തിരുവനന്തപുരം പള്ളിച്ചൽ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപകന്റെ പ്രതിഷേധം. നിക്ഷേപ തുക തിരികെ നൽകാത്തതിൽ പ്രതിഷേധിച്ച് ബാങ്കിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറാകാൻ നിക്ഷേപകനും കുടുംബവും രംഗത്ത് വരികയായിരുന്നു. സ്ഥിരം നിക്ഷേപമായി ബാങ്കിലിട്ട 1.5 ലക്ഷം രൂപ പല അവധി കഴിഞ്ഞിട്ടും തിരിച്ചു നൽകുന്നില്ല എന്ന പരാതിയാണ് ഇങ്ങനൊരു പ്രതിഷേധത്തിന് ഇടയാക്കിയത്. രാഹുൽ ജി എന്നാണ്. രാഹുൽ, ഈ ദൃശ്യങ്ങളിൽ അദ്ദേഹത്തെ കാണുന്നുണ്ട്. അദ്ദേഹമാണെന്ന് തോന്നുന്നു കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബവും ഈ പ്രതിഷേധം എത്ര നേരം തുടർന്നു? ഇപ്പോഴും പ്രതിഷേധം തുടരുന്നുണ്ടോ? എന്താണ് ആ ബാങ്കിന് സംഭവിച്ചത്? രതീഷ്, നമുക്ക് പള്ളിച്ചൽ ഫാർമേഴ്സ് സഹകരണ ബാങ്കാണ്. ഇപ്പോൾ ആ ബാങ്കിൻ്റെ പ്രവൃത്തി സമയം കഴിഞ്ഞ് ഏതാണ്ട് 4 മണിക്കൂർ കഴിഞ്ഞു. അതായത് 5 മണിക്ക് അടച്ച ബാങ്കാണ്. നിലവിൽ ഒരു കുടുംബം ബാങ്കിനകത്തുണ്ട്. അവർ പ്രതിഷേധവുമായി രംഗത്തിരിക്കുകയാണ്. അവർ ബാങ്കിൽ നിന്ന് ഇറങ്ങി പോകില്ല എന്നാണ് പറയുന്നത്. അവരുടെ ആവശ്യം, അവർ നിക്ഷേപ തുക പല അവധി നൽകി പറഞ്ഞു, അതിനുശേഷം കൊടുക്കാൻ തയ്യാറായില്ലെന്നാണ് പറയുന്നത്. ചേട്ടാ, എന്താണ് ആവശ്യം? ചേട്ടാ, ഞാൻ ഈ പ്ലംബിങ്ങിൻ്റെ വർക്ക് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് ഈ പൈസ കിട്ടിയാലേ പണി തുടർന്ന് പോകാൻ പറ്റുള്ളൂ. ഇത് പല ആവർത്തികളിലും ഞാൻ പ്രസിഡൻറ്റിൻ്റെയും എം ഡിയുടെയും ഇവിടുത്തെ മാനേജറുടെയും വന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ പൈസ തരാമെന്ന് പറയുന്നതല്ലാതെ തരുന്നില്ല. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് പ്രസിഡൻറ്റ് എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പ്രസിഡൻറ്റ് എന്നെ വിളിച്ചിട്ട് ഇവിടെ വന്നാൽ മതി, അപ്പോൾ പൈസ ഞാൻ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ എനിക്ക് കിട്ടാനുള്ളത് FD നിന്ന് SP-യിലാക്കിയത് പ്രസിഡൻറ്റ് മാനേജരും എം ഡിയും ചേർന്ന് ആക്കിയത് 5 ലക്ഷത്തിൽ 1 ലക്ഷം രൂപ തന്നിട്ടുണ്ട്. ഇനി 4 ലക്ഷം രൂപ കിട്ടാണ്ട് 4 ലക്ഷം രൂപ കിട്ടാണ്ട് 4 ലക്ഷം രൂപ SP-യിലായിട്ടുള്ളത്. അല്ലാതെ വരുന്നതെന്ന് പറഞ്ഞാൽ അല്ലാതെ 10 ലക്ഷം രൂപയും കൂടി ഇവിടെ ഉണ്ട്. ഇപ്പോൾ നിലവിൽ എത്ര രൂപ തരാനാണ് പറയുന്നത്? എനിക്ക് ഇപ്പോൾ 1.5 ലക്ഷം രൂപയാണ് 20-ാം തീയതി തരാമെന്ന് പറഞ്ഞത്. 1.5 ലക്ഷം രൂപ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എഴുതി വാങ്ങിയതാണ്. ഇത് ഇത്രയും അവിടുത്തെ SHO എഴുതി കൊടുത്തതാണ്. രതീഷ്, അതായത് ഇവർക്ക് ലഭിക്കാനുള്ള പൈസ 5 ലക്ഷത്തിലധികമാണ്. എന്നാൽ ഈ കോവിഡിൻ്റെ പ്രതിസന്ധി മൂലം ബാങ്ക് ഒരു ബുദ്ധിമുട്ട് അറിയിച്ചപ്പോൾ അവർ പോലീസുമായി ബന്ധപ്പെട്ട് അവരുമായി സംസാരിച്ചുണ്ടാക്കിയ രേഖയാണ്. അത് പ്രകാരം 1.5 ലക്ഷം രൂപ അല്ലെ, 1.5 ലക്ഷം രൂപ തിരികെ തരാമെന്ന് പറഞ്ഞു. എന്ന് തരാമെന്ന് പറഞ്ഞു? 20-ാം തീയതി തരാമെന്ന് പറഞ്ഞു. 20-ാം തീയതി. ഒരു മാസമായി എഴുതി കൊടുത്തിട്ട്. അപ്പം കഴിഞ്ഞ മാസം എന്താണ് ഡേറ്റ് ഉണ്ട്, 15/6-ലാണ് SHO എഴുതി വാങ്ങിയത്. അപ്പോൾ 20-ാം തീയതി തരാമെന്ന് പറഞ്ഞ് അവരെന്താ പറഞ്ഞു? 20-ാം തീയതിയുടെ അന്ന് ഞാൻ വന്ന സമയത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച വരാൻ പറഞ്ഞു. 22-ാം തീയതി വരാൻ പറഞ്ഞു. 22-ാം തീയതി വരാൻ പറഞ്ഞപ്പോൾ വന്ന് ഞാൻ ഉച്ചവരെ ഇരുന്ന് 3 മണി വരെ ഇരുന്നപ്പം പറഞ്ഞ് ഇന്ന് കിട്ടില്ല, ബുധനാഴ്ച ഉറപ്പായിട്ട് വരാൻ പറഞ്ഞു. ഞാൻ ഇന്ന് രാവിലെ 11 മണിക്ക് ഇവിടെ വന്നതാണ്. ഞാൻ MD ആയിട്ട് സംസാരിച്ച സമയത്ത് പറഞ്ഞ് 3 മണിക്കേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. 3 മണിക്ക് ഒരാൾ ക്യാഷ് കൊടുക്കുകയുള്ളൂ, അത് ആ സമയത്ത് വന്നാൽ മതിയെന്ന്. ഞാൻ 3 മണിയായപ്പം ഇവിടെ ചോദിച്ചപ്പം പറഞ്ഞ് ഇന്ന് തരാൻ പറ്റൂല, നാളെ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നാളെ 11 മണിയോട്ട് നിങ്ങൾ മോള് 5 മണിയായപ്പോഴാണ് എത്തിയത്. കഴിച്ചായിരുന്നു. നിലവിലിപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിൽ പൈസ തരുമെന്ന് ഉറപ്പ് വേണം? എനിക്ക് ഉറപ്പ് വേണം. എൻ്റെ ഈ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ FD നിന്ന് SP-യിലാക്കിയ 4 ലക്ഷം രൂപ എനിക്ക് ഇപ്പം അത്യാവശ്യമാണ്. ഈ രേഖപ്രകാരം 1.5 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞ SHO പറഞ്ഞ് ഇത് ചെയ്തതാണ്. 2 ലക്ഷം രൂപ കൊടുക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞ അങ്ങനെയല്ല, 1.5 ലക്ഷം രൂപ ഈ 20-ാം തീയതി കൊടുത്തിട്ട് മാസം തോറും 50,000 രൂപ വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇതിൽ എഴുതിയിട്ടുമുണ്ട്, 50,000 രൂപ വെച്ച് മാസം കൊടുത്തോളണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ FD-യുടെ കാലാവധി തീരുന്നതനുസരിച്ച് പൈസ അത്രയും റിലീസ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. രതീഷ്, അതായത് ഈ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ബാങ്ക് പ്രസിഡന്റ് നമ്മൾ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു ബാങ്ക് നിലവിൽ ബുദ്ധിമുട്ടിലാണ്, അതുകൊണ്ട് പൈസ നാളെ തന്നെ കൊടുക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി. നമ്മൾ വരുന്ന വഴി ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഉടൻ തന്നെ ബാങ്കിന് പ്രതികരണം എടുക്കാൻ ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞു നാളെ തന്നെ കൊടുക്കുമെന്നുള്ള ഉറപ്പാണ് നമുക്ക് നൽകിയത്. എങ്കിൽ പോലും ഇവിടെ എത്തിയപ്പോൾ ബാങ്കിൻ്റെ ഗ്രില്ല് അടച്ചിരിക്കുകയായിരുന്നു, പൂട്ടിയിരിക്കുകയായിരുന്നു. ഇതിനകത്ത് ബാങ്കിൻ്റെ ഒരു സ്റ്റാഫും ഒരു ജീവനക്കാരനും പിന്നീട് ഇവരുമായിരുന്നു ഉണ്ടായിരുന്നു. അതായത് 4.5 മണിക്കൂറോളം യാതൊരു വിവരവും ലഭിക്കാതെ അവർ ഇവിടെ ഇരിക്കുമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർക്ക് വേണ്ടത് ഈ പറഞ്ഞ 1.5 ലക്ഷം രൂപ, അത് 20-ാം തീയതി ആയിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. 5 ദിവസത്തോളം കഴിഞ്ഞു. അത് വാക്കാലൊരു ഉറപ്പ് അല്ലേ, വാക്കാലൊരു ഉറപ്പാണ് അവർ ഇപ്പോൾ ചോദിക്കുന്നത്. നാളെയെങ്കിലും ഞങ്ങൾക്ക് ലഭിക്കണം എന്നാണ് പറയുന്നത്. അത് ലഭിച്ചാൽ മാത്രമേ പോകൂ എന്നാണ് ഇവർ പറയുന്നത്. പ്രസിഡന്റ് നിലവിൽ നമ്മൾ പ്രതികരിച്ചത് എങ്ങനെയാണ്, ഇത് കൊടുക്കാൻ നാളെ തന്നെ കൊടുക്കുമെന്നാണ് പ്രതീക്ഷ. അതിൽ ഒരു വിശ്വാസമുണ്ടോ? എനിക്ക് വിശ്വാസമില്ല. ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നാളെ പാർട്ടിയെ പോയി കാണണമെന്നാണ് പറയുന്നത്. അപ്പോൾ പാർട്ടി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പൈസ കിട്ടില്ലല്ലോ സാർ. അതായത് ഈ ബാങ്കിലേക്ക് പിരിവ് ഒരു പാർട്ടി കൊടുത്തിട്ടുണ്ട്, അത് കളക്ഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പൈസ കിട്ടില്ല. അപ്പോഴും നാളെയും ഞാൻ വന്നിട്ട് ഇതുപോലെ തിരിച്ചു പോകേണ്ടി വരും.
അതാണ് രതീഷ് അവകാശപ്പെട്ട പണം, അദ്ദേഹം നിക്ഷേപിച്ച പണം തിരികെ ചോദിക്കുമ്പോഴാണ് ഇത്തരത്തിൽ 5 ദിവസങ്ങളായി ഇങ്ങനെ നടക്കുന്നു. എനിക്ക് തോന്നുന്നു ഇദ്ദേഹം പറഞ്ഞത് വെച്ചാണെങ്കിൽ എത്രയോ വർഷങ്ങളായി ഈ അവധി പറയുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ പോലീസിൻ്റെ ഒരു മധ്യസ്ഥതയിൽ ലഭിക്കേണ്ട പണമായിരുന്നു, അത് താമസിക്കുന്നു. അതിനുവേണ്ടിയാണ് ഇവർ ഈ പ്രവൃത്തി സമയത്തിന് ശേഷവും ഈ 4-5 മണിക്കൂറായി ഇവിടെ ഇരിക്കുന്നത്.